കേന്ദ്ര വിഹിതം 1700 കോടി റുപ്യ കിട്ടാനുണ്ട്. അതിനെക്കുറിച്ചൊന്നുമില്ല. കേരളത്തിൻ്റെ വിഹിതമൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഓണത്തിന് മുമ്പ് തന്നെ അത് മുഖ്യമന്ത്രി സിവിൽ സപ്ലൈസ് മിനിസ്റ്റർ അത് സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് മുഖ്യമന്ത്രി പറഞ്ഞു. പിന്നെ അത് വെറുതെ എന്നാൽ അത് ചെയ്തില്ല. 400 റുപ്യ ഉണ്ടായിരുന്ന പൊട്ടാഷ് 1700 ആക്കി കേന്ദ്ര ഗവൺമെൻറ്. അതിനെതിരായിട്ടുള്ള സമരമൊന്നുമില്ല. കൃഷിച്ചെലവ് കൂടിയത് എങ്ങനെയാണ്? ഡീസലിൻ്റെ വില കയറ്റി. 300 റുപ്യ ഉണ്ടായിരുന്ന ഡീസൽ വില എത്രയാക്കിയ? 1000 റുപ്യയാക്കി വാടക. 200 റുപ്യ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള സപ്പോർട്ട് പ്രൈസ് കേന്ദ്രം കൂട്ടണ്ടേ? കേന്ദ്രം അതിനെക്കുറിച്ച് അനങ്ങിയില്ലല്ലോ, അതിനെക്കുറിച്ചൊരു സംസാരവും ഇല്ലല്ലോ. അപ്പോൾ അവരെ സഹായിക്കുന്ന നിലപാടെടുത്ത് നമുക്കെതിരായിട്ട് തിരിച്ചുവിടുക എന്നല്ലാണ്ട് അതിൽ വേറെ ഒന്നും അർത്ഥമില്ല. കേന്ദ്ര ഗവൺമെൻറ് തരേണ്ടത് തരണ്ടേ? വേറെ ഏതെങ്കിലും ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് അഡീഷണൽ കേന്ദ്ര ഗവൺമെൻറ് നിശ്ചയിച്ച വിലയേക്കാൾ കൂടുതൽ കൊടുക്കുന്നുണ്ട്. ഇവിടെയല്ലേ കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഇവിടുത്തെ ചിലവൊക്കെ നോക്കിയിട്ടാണ് ഇവിടുത്തെ കൃഷിയെ നിലനിർത്തണം പറഞ്ഞിട്ടാണ് അത് ചെയ്തത്. അതാണ് അതിൻ്റെ വസ്തുത. ഇപ്പോൾ ഓണം കഴിഞ്ഞു, ഓണത്തോടൊപ്പം തന്നെ നബിദിനം കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ ശ്രീനാരായണ ഗുരുജയന്തിയാണ് വരുന്നത്. നല്ലതല്ലേ? നമുക്കൊക്കെ ഒരു മഹാനായ ഒരു മനുഷ്യനല്ലേ. ഈ പിന്നെ കേരളത്തിൻ്റെ ഒരു മതസൗഹാർദ്ദം, ഈ മതേതര മുഖം ഒക്കെ നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ വലിയ വർഗീയ പരാമർശങ്ങളൊക്കെ ഈ SNDP ഈ ശ്രീനാരായണ ഗുരുവിനെയൊക്കെ മറയാക്കിക്കൊണ്ട് ഈ വെള്ളാപ്പള്ളി നടേശനൊക്കെ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അത് നമ്മളൊരു കേരളത്തിൻ്റെ ഒരു മതേതര മുഖത്തെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ? ഞാൻ അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടപ്പോഴാണ് പ്രതികരിച്ചത്. 2 സമുദായങ്ങളിലെ പ്രത്യേകിച്ച് പേരെടുത്ത് പറഞ്ഞതുകൊണ്ടാണ്. ഇതിൽ സമുദായ നേതാക്കന്മാരില്ല, സമുദായത്തിനെ ഒന്നിച്ച് പറഞ്ഞുകൊണ്ട് അത് ശരിയല്ല എന്നുള്ള അഭിപ്രായം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് ശരിയല്ല, ഒഴിവാക്കണം, അത്രയേ ഉള്ളൂ. നിരന്തരമായി ഇങ്ങനെ വർഗീയ പരാമർശങ്ങൾ നടത്തുന്നില്ല, അത് ഒഴിവാക്കണം എന്ന് ഒരേ വാചകം കൊണ്ട് കഴിഞ്ഞല്ലോ. അങ്ങനെ ഒരു വർഗീയമായ ഒരു ചേരിതിരിവുണ്ടാക്കാൻ പാടില്ല. നമ്മുടെ സംസ്ഥാനത്ത് നമ്മളെല്ലാവരും ഒന്നിച്ച് ഒരു കുടുംബം പോലെ കഴിയുന്ന ഒരു നാടാണ്. അതിലൊരു വേറിട്ട ചിന്ത വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. ശ്രീനാരായണ ഗുരുവിനെ പോലൊരു മഹാനായ വ്യക്തിയാണ് നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. എനിക്ക് ഇനി അതിൽ കൂടുതൽ ഇനിയിപ്പോൾ അതിന് പറഞ്ഞ് അതിന്റെ തലപ്പത്തിരിക്കാൻ യോഗ്യനാണോ? അതൊക്കെ അവർ തീരുമാനിക്കുന്നത്, സംഘടനയല്ലേ തീരുമാനിക്കേണ്ടത്, നമ്മളല്ലോ തീരുമാനിക്കേണ്ടത്. ഞാൻ അദ്ദേഹം പരാമർശം സമുദായത്തിൻ്റെ ഇടയിൽ ഒരു പ്രശ്നം വരണ്ട എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിനോട് തന്നെ അഭ്യർത്ഥിക്കുകയാണ്. അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് അഭ്യർത്ഥന എന്നതിനപ്പുറം അതിനെ കാണേണ്ടത് എങ്ങനെയാണ്? ഇല്ല, അഭ്യർത്ഥന സമുദായ നേതാക്കൾ സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലോ. അവർക്ക് അദ്ദേഹം പറയുമ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം ഈ വർഗീയത സ്ഥിരമായി പറഞ്ഞുകൊണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കുന്നത് ശരിയാണോ? അതല്ലേ ഞാൻ പറഞ്ഞത്. അങ്ങനെ ചെയ്യരുത് എന്നുള്ളത് മാത്രമേ പറഞ്ഞുള്ളൂ. ഹിന്ദുക്കളിലെയും മുസ്ലിങ്ങൾക്കും എതിരായി ആ സമുദായത്തിനെതിരായ ഒരു പരാമർശം നടത്തിയപ്പോൾ അതിനനുസരിച്ചിട്ട് പ്രതികരിച്ചത് മാത്രമേ. വ്യത്യസ്ത മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇല്ല, എനിക്ക് അദ്ദേഹം പ്രതികരിച്ചപ്പോൾ കേട്ടപ്പോൾ ഞാൻ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ അഭിപ്രായം മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയും പറയും. അല്ല, ഈ മുഖ്യമന്ത്രിയൊക്കെ അദ്ദേഹത്തെ പുകഴ്ത്തുന്ന തരത്തിലേക്കാണ് കിടക്കുന്നത്. അത് എന്തെങ്കിലും ഒരു സന്ദർഭമായിരിക്കും. ആ സന്ദർഭത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ തെറ്റ് പറയാൻ പറ്റില്ല. ഒരു അഭിപ്രായം ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? വർഗീയത്തിനെതിരായിട്ടാണ് മുഖ്യമന്ത്രി നിൽക്കുന്നത്. വർഗീയത പറയുന്ന അതേ ആളുകളുടെ വേദിയിൽ പോയിട്ട് അദ്ദേഹത്തെ പുകഴ്ത്തുന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രി. അതല്ലേ ഒരു സംഗമത്തിൽ പോയിട്ട് അവിടെ വരുമ്പോൾ അവിടുത്തെയുള്ള അന്ന് ചെയ്ത പ്രവൃത്തിയെ കുറിച്ചിട്ടായിരിക്കും അദ്ദേഹം സൂചിപ്പിക്കുക. ഇങ്ങനെയുള്ള ആളുകളെ ഭയപ്പെടുന്നുണ്ടോ? എന്തിനാ ഭയപ്പെടുന്നത്? അങ്ങനെയൊന്നും മുഖ്യമന്ത്രി അങ്ങനെ മൗനമൊന്നും പാലിക്കില്ല. വേണ്ട സമയത്തൊക്കെ വേണ്ടത് പറയുന്നുണ്ട്. എന്തിനാ അത്? LDF ജനങ്ങളുടെ, സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളിലല്ലേ നിൽക്കണം. അതിൽ ഹിന്ദുവുണ്ട്, മുസ്ലിമുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്. അവരുടെ പ്രശ്നങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവരിക, അവരുടെ പ്രയാസങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതല്ലേ ഉള്ളൂ. അത് ചെയ്യുന്നുണ്ട്. അതായത് ഓരോ വേദി കിട്ടുമ്പോഴും വേദി കിട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം വെള്ളാപ്പള്ളി പ്രസംഗിക്കുന്നത്. ഞാനത് ഒരിക്കൽ പറഞ്ഞു, അതിൻ്റെ പ്രതികരണം പറഞ്ഞു. ഇനി വെറുതെ അത് തന്നെ ചോദിച്ച് പറയേണ്ട ആവശ്യമില്ല. വർഗീയ പരാമർശങ്ങൾ നടത്തുന്നത് ഒഴിവാക്കണം.
അദ്ദേഹം അത് ചെയ്യരുത്. അത് SNDP-യുടെ ആശയത്തിന് തന്നെ എതിരാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം അവിടെ ശ്രീനാരായണ ഗുരു എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോയതാണ്. അദ്ദേഹം തുടരണം എന്നാണ് എനിക്ക് അഭിപ്രായം. ആ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഇത്തരത്തിൽ പരാമർശം നടത്തരുത്. ഞാനത് പറഞ്ഞല്ലോ. അദ്ദേഹമാണ് എല്ലാ ആളുകളെയും ഏറ്റവും അടിത്തട്ട് കിടക്കുന്ന സമൂഹത്തിൽ അടിത്തട്ട് കിടക്കുന്ന എല്ലാ ആളുകളെയും ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രീനാരായണ ഗുരുവാണ് ശ്രമിച്ചത്. അദ്ദേഹം തുടരണം എന്നാണ് എൻ്റെ അഭിപ്രായം.